ഇവിടെ നിന്ന് ഇങ്ങോട്ട്. പിന്നെ നമ്മൾ ഇവിടെ വെച്ച് ടൈറ്റ് ആക്കണല്ലോ, ഇവിടെ പൊടുത്തല്ലായിട്ട് ഇത് ഇങ്ങോട്ട് ആവുമ്പോ കാരണം ഇപ്പൊ ഇവിടുന്ന് പൊട്ടി ഇത് പൊട്ടി. എങ്ങനെ കണക്ക് കൂട്ടായിരുന്നു വണ്ടിന്റെ പണിന്റെ ബില്ലേ കൂട്ടിയിട്ട്? പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. എന്താ തൊഴിലൊക്കെ ഭയങ്കര കുറവാ ക്യാമറ ഓൺ ആക്കിയ. പിന്നെ ഓള് കല്യാണത്തിന് പോകട്ടോ. ഓളെ ലേറ്റ് കത്തണ ഷൂ ഒക്കെ ഇട്ടിക്കണ്. നോക്കട്ടെ നടന്ന ലേറ്റ് കത്തണ ഷൂ ഒക്കെ ഇട്ടിട്ട് ഞാൻ പോണില്ല. അമ്മയും ചിന്നും ആര്യാണ് പോകുന്നത്. ഞാൻ കല്യാണത്തിനും പോകണം. പിന്നെ ഞാൻ അങ്ങാടിക്ക് ഉണ്ടാക്കി തരാട്ടോ. പിന്നെ അങ്ങാടിക്ക് മാത്രം. പിന്നെ ഇത് ഞാൻ ഓർഡർ ചെയ്തൊരു സാധനമാണ്. അതായത് ഞാൻ കാണിച്ചു തരാം. ആരും അങ്ങോട്ട് നടക്കൂ. ഇതും നമുക്ക് പാളിക്കണം. ഇതും റിട്ടേൺ ആണ്. ഇത് നമ്മൾക്ക് വണ്ടിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് നോക്കി ഞാൻ. ഇത് നമുക്ക് വണ്ടിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇത് ഏതാണ്ട് 12 വോൾട്ട് DC കൺവെർട്ടറാണ്. അതുപോലെ തന്നെ 200 വോൾട്ട് ഓവർലോഡ് ഒന്നും വരൂല. അതന്നെ പറയണേ. അപ്പോൾ ഞാനിതിൻ്റെ വണ്ടിൻ്റെ ബാറ്ററി മേലെ കണക്ട് ചെയ്ത് എനിക്കിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ടൈമില്ല. ഞാൻ ഉച്ചയ്ക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം അല്ലേ? ഉച്ചയ്ക്ക് കാണിച്ചു തരാം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന്. ഉച്ചയ്ക്ക് ഇത് കൊടുക്കട്ടെ അല്ലേ? കൊടുക്കട്ടെ. ഞാൻ ഇവരെ ഒന്ന് അങ്ങാടിക്ക് എത്തിക്കണം. അവർ ബസ്സിന് പോകുന്നത്. ഞാൻ എന്തായാലും എനിക്ക് വണ്ടിൻ്റെ അടുത്ത് പോകണം. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ കല്യാണത്തിന് പോകട്ടെ. ഒരു ഓക്കെ എടുത്താ ഓക്കെ. ഓലവിടെ ഇറക്കിയിട്ടുണ്ട് സ്റ്റാൻഡിൽ. കാരാടെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവർ പോകണം. എനിക്ക് ബസ് ഇട്ട് എന്താ അറിയില്ല. ഇല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ലൈനിൽ കയറിയേക്കണ്ടാ. ലൈനിൽ കയറിയേക്കണം. ഇനി എനിക്ക് തോന്നുന്നു അവർക്ക് ബസ് കിട്ടിയില്ലെങ്കിലേ വേറെ നമ്മളതിനെ കൊണ്ടുപോകേണ്ടി വരും. നമ്മൾ കൊണ്ടുപോകുന്നതിനല്ല. ഇപ്പോൾ 9:40 9:50 വണ്ടി ഉണ്ട്. അത് ഇനി എപ്പോഴാണോന്ന് അറിയില്ല. പക്ഷേ അത് ഞാൻ ഏത് വഴിക്കാറില്ല. കാരാട്ടേക്ക് 2 വഴിയിലൂടെ പോവാം. പക്ഷേ ഓർക്ക് പോകേണ്ട വേറൊരു വഴിയിലൂടെ ബസ് പോകുന്നത് മറ്റൊരു റൂട്ടിലൂടെ ആകുമ്പോൾ നടക്കില്ലല്ലോ. ഏതായാലും നോക്കട്ടെ. ചിലപ്പോൾ വിളിക്കാരം കൊണ്ടുപോകേണ്ടി വരും. സമയം 10 മണി കഴിഞ്ഞു കേട്ടോ. ഞാൻ സ്റ്റാൻഡിൽ അവരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഞാൻ കുറേ വിളിച്ച് നോക്കി. അമ്മേൻ്റെ ഫോണൊക്കെ അവരുടെ ഫോണിക്കൊക്കെ വിളിച്ച് നോക്കി കൊണ്ടുവിടണോ ചോദിച്ചാണ്ട്. പക്ഷേ എങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യണ്ടേ. ഫോൺ അറ്റൻഡ് ചെയ്യാൻ ബസ് കിട്ടി. ഞാൻ കണ്ടില്ല. ഇതിൽ ബസ് പോകുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ ഇവിടെ അല്ലേ, ഞാൻ ബാക്കിലായിരുന്നു. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല ബസ് കിട്ടിയിരിക്കണോ ഇല്ല എന്നുള്ളത്. സ്റ്റാൻഡിൽ നിന്നൊരു 30 രൂപ കഴിഞ്ഞിട്ടും കിട്ടിയിട്ടോ. പഞ്ചായത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ അടുത്തേക്ക് തന്നെ ഒരു 700 മീറ്ററൊക്കെ പോകണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റാൻഡിലേക്ക് ഒന്ന് പോയോക്കട്ടെ. അവരെ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. നമ്മളവരോട് സ്റ്റാൻഡിലേക്ക് പോയോക്കട്ടെ. ഓരിങ്ങോട്ട് തിരിച്ച് വിളിച്ചിരുന്നു കേട്ടോ. ഓർക്ക് ബസ് കിട്ടി എന്ന് പറഞ്ഞു. ബസ്സിലായിരുന്നു കൊണ്ട് എടുത്തില്ല. ആരും ഛർദിക്ക്. അപ്പോൾ ഞാൻ മുമ്പ് ചെറുപ്പത്തിൽ ഒരു 3 കിലോമീറ്റർ ദൂരത്തേക്ക് ബസ്സിൽ പോയാലും ഛർദിച്ചിരുന്നു. ഛർദിയുടെ കാര്യത്തിൽ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ യാത്രകൾ ചെയ്യുക എന്നുള്ളത് തന്നെ ഉള്ളൂ അതിന് ഏറ്റവും വലിയൊരു മാർഗം. ബസ്സിനാണെങ്കിൽ ബസ്സിന് എങ്ങനെയാണ് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുക അത്ര കണ്ട് യാത്ര ചെയ്യുക. യാത്ര ചെയ്യുന്നതിലൂടെ മാത്രമാണ് അത് മാറുകയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ആര്യക്കിപ്പോൾ ഛർദി ഉണ്ട്. ആര്യൻ്റെ ഛർദി തന്നെ മാറണമെങ്കിൽ ഇതുപോലെ ബസ്സിന്, ഓട്ടോയ്ക്ക്, ബൈക്കിന് എല്ലാ വിധത്തിലും യാത്ര ചെയ്യണം. ശരീരത്തിന് അത് ഇണങ്ങി ചേരണം. ഞാൻ നന്നായിട്ട് ഛർദ്ദിച്ച ആളാണ്. ഞാൻ പറയാം 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഞാൻ ഛർദ്ദിക്കും. ഞാനിപ്പോൾ ഛർദ്ദിക്കാറില്ല. ഞാനിവിടെ വർക്ക്ഷോപ്പിലേക്ക് വന്നതാണ്. ഇവിടെ നമ്മൾ ഇന്നലെ കൊടുത്ത കേബിൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റണം. ചെറിയൊരു പ്രശ്നം വണ്ടിക്ക് ഉണ്ടും പോലെ. ഹാൻഡിൽ പൊട്ടി. എവിടെ ഹാൻഡിൽ എവിടെ? അത് പഴയ പൊട്ടാണത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട്. പിന്നെ നമ്മൾ ഇവിടെ വെച്ച് ടൈറ്റ് ആക്കണല്ലോ. ഇവിടെ പൊടുത്തല്ലായിട്ട് ഇത് ഇങ്ങോട്ട് ആവുമ്പോ കാരണം ഇപ്പൊ ഇവിടുന്ന് പൊട്ടി ഇത് പൊട്ടി. ഇതിപ്പോ ഇപ്പൊ പൊട്ടി ഇതാണിത് ടൈറ്റ് ആക്കി. ഇത് ആദ്യത്തെ പൊട്ട്. ചെയ്യാൻ പറ്റിയ ഇത് മാറ്റാൻ നല്ലത്. ഇത് പൊളി പോയാണ്ട് പുതിയതല്ല. പൊളി പോയാണ്ട് നല്ല കൊണ്ടുവരാ. മറ്റാ നല്ലത് പൊളി പറഞ്ഞാൽ മഞ്ചേരി പോകണ്ടേ? അല്ലെങ്കിൽ സുന്ദരൻ്റെ അടുത്തുണ്ട് വെച്ചോടെ പള്ളിക്കുന്നുമ്മ നമ്മളെ വണ്ടി കച്ചവടമൊക്കെ മൂപ്പരെടുത്തില്ല. മറ്റൊന്നത് വെൽഡ് ചെയ്യുമ്പോൾ നല്ല സംഖ്യയും വരും. പക്ഷേ ഇവിടെയൊക്കെ പൊട്ടാവുമ്പോൾ ഇതൊരു നിൽക്കാനും ബുദ്ധിമുട്ടില്ല. ടൈറ്റ് വേണം. ഹാൻഡിലായതുകൊണ്ട് കറ്റിന്ന് പോകാൻ വേണ്ടി പാടില്ല. നമ്മളിപ്പോൾ ടൈറ്റ് ആക്കിയത് ഇതുവരെ അടിച്ചൊക്കെ ഇങ്ങനെ ഒളിക്കുമ്പോൾ ചിലപ്പോൾ ഇത് പൊട്ടും.
പൊട്ടൂലേ? അപ്പൊ ഇതിലേറെ സ്വയിപ്പായി. ഇതിപ്പോ നമ്മൾ ഫുൾ ടൈറ്റ് ആക്കിയിട്ടില്ല, അതിന്റെ മുമ്പേ പൊട്ടിയത്. അല്ല ഇതിവിടെ പയർ പൊട്ടുണ്ട്. അപ്പൊ ഇവിടെ പൊടുത്തല്ലോ. അപ്പൊ നമ്മള് ഇങ്ങോട്ട് ഇങ്ങനെ ഇതാക്കല്ലേ, ഈ ഗ്യാപ്പുണ്ട് ഈ ബോൾട്ട് ഇതിൽ വരുമ്പോ ഈ ഗ്യാപ്പും മറ്റേതും വരുമല്ലോ, ടൈറ്റ് ആവില്ലേ? ഓഹോ, ഞാൻ ഈ പറഞ്ഞ സുന്ദരേട്ടനെ വിളിച്ചോട്ടെ. മെയിൻ ആയിട്ടുള്ള സാധനം ഇതാണ്. കജ്ജിന്ന് പോയാൽ പോയില്ലേ അല്ലേ? ഈ കേബിളും മാറിയിരിക്കും. കുടിച്ചതിനെക്കാട്ടിയും വലുത മടയിലാറാൻ മാതിരി പാൻറ്റിൻ്റെ അവസ്ഥ. ആൻറ്റിന് എത്ര വരും? നമുക്ക് വേറെ കുറേ പണികളിൽ ലാഭം ഉണ്ടായിരുന്നു ഈ വണ്ടിക്ക്. ആ ലാഭമൊക്കെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യും. എന്തായാലും വണ്ടി തന്നു ഞാൻ വിളിച്ച് പറഞ്ഞേക്കണേ. ഓനെങ്ങനെയും ഒപ്പിച്ചേരാറിന് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. ഞാനിക്കൊരു ലോക്കലുണ്ട്, വിളിക്കുന്നുണ്ട്. ആ അങ്ങോട്ട് ബസ്സിന് വരുമോ? ബസ്സിന് വരുമോ? വണ്ടി കഴിച്ചണേ. ഇവിടെ വർക്ക്ഷോപ്പിലെ പണിയേ. ആ വർക്ക്ഷോപ്പിലെ വണ്ടി എടുക്കണ്ടേ? മിനർവാ പടിക്ക പോയിട്ട് അതിന് ഞാൻ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അതുകൊണ്ട് കയറ്റി വിട്ടാ പോരെ. നമ്മൾ പൈസ കൊടുക്കല്ലേ, നമ്മളെന്തിനാ വെറുതെ അങ്ങോട്ട് പോണ്? ഓൻ പറയുന്നത് നിലമ്പൂരിലേക്ക് എല്ലാനാണ്. നിലമ്പൂരിലേക്ക് എനിക്ക് ലോക്കലും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. ആ ലോക്കലും പോയി എടുക്കട്ടെ. ഇവിടെ ഏതാ വണ്ടിക്ക് ആൾക്കാർ കാത്തിക്കണം, ഒരു വണ്ടിക്കല്ല. അപ്പോൾ ആ ലോക്കൽ എടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പുറത്തെ ഉറപ്പായി കയറും. അപ്പോൾ ഒന്നിലെ നിലമ്പൂർ അല്ലെങ്കിൽ വണ്ടൂർ തന്നെ എവിടെയെങ്കിലും കിട്ടുമെന്നുള്ളത്, വണ്ടൂർ വർക്ക്ഷോപ്പാരെ കയ്യിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് അത് അന്വേഷിച്ചിട്ട് ഞാൻ ഒരു ചെറിയ സാധനത്തിൽ നമ്മൾ പോകേണ്ടി വരികയാണെങ്കിൽ പോകേണ്ടി വരില്ല. അപ്പം എന്താ കാട്ടെ, നമ്മൾ ആവശ്യമായി പോയില്ലേ. ഗ്രേറ്റ് പബ്ലിക് സ്കൂൾ അവിടേക്കായിരുന്നു നമുക്ക് ട്രിപ്പ് കിട്ടിയത്. അപ്പം ഞാൻ 2-3 ആൾക്കാരുടെ കറക്കി കുത്തി നമ്മളെ ചങ്ങന്മാരെ. അപ്പോൾ ഓലും കറക്കി കുത്തി സാധനം നമ്മുടെ വണ്ടൂരിൽ തന്നെ കിടപ്പുണ്ട്. ഒരു സുന്ദരൻ എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പാണ്. നമ്മൾ തുടക്കം തൊട്ടേ പറയുന്ന പേര് സുന്ദരൻ. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പോയി മീറ്റ് ചെയ്തിട്ട് അതിന് വില പറയുന്നത് 500 പക്ഷേ നമുക്കൊരു 300 രൂപ കിട്ടും. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇന്ന് കല്യാണത്തിരക്കൊക്കെ ആയിട്ട് വീട്ടിൽ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കി. അപ്പോൾ ഹോട്ടലിൽ 2 പൊറാട്ടും ഒരു ഓഫ് ബീഫും കഴിച്ചിട്ട് പോവാം. ഇതാണ് സംഭവം നമ്മളിവിടെ സാധനങ്ങൾ, സുന്ദരേട്ടൻ്റെ സാധനങ്ങൾ. പഴയ കേസ് പൊട്ടിയത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ എന്നാലും നമ്മൾക്ക് വണ്ടിക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടെങ്കിലൊക്കെ മൂപ്പരോട് ചോദിച്ചിട്ട് കൊണ്ടുപോവാം. പൊളിവില കൊടുക്കേണ്ടി വരും. പിന്നെ മാത്രമല്ല നമ്മുടെ ഫസ്റ്റ് വണ്ടിയുണ്ട്, ഫസ്റ്റ് ഹോട്ടലിൽ പോയത് ഫസ്റ്റ് വണ്ടി ഞാൻ സുന്ദരേട്ടൻ്റെയൊക്കെ നിർത്തുക. ആളിവിടെ അല്ല കേട്ടോ. ഇതുണ്ട് 2 പ്രൈവറ്റ് എടുക്കണം. ഇടുമെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വരിക, ഇടുമെന്നൊക്കെ വരികയാണ് അവഞ്ഞ്. പിന്നെ ഹാൻഡിലൊക്കെ എന്താ അവസ്ഥ? ഹാൻഡിലുണ്ട് ഇവിടെ, അതിനുണ്ടാകുക ഹാൻഡിലില്ലാത്ത കേടൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഇതിവിടെ പണിയിലാണ്. ഇത് കുറച്ച് നല്ല വണ്ടിയാണല്ലോ. ഈ ഹാൻഡിൽ അടിപൊളിയാണ്. ഇത് കോമ്പാക്റ്റിൻ്റെ ഹാൻഡിലാണ്. അല്ല കോമ്പാക്റ്റിൻ്റെ ഹാൻഡിലാണെങ്കിൽ ഇതൊന്നും വരില്ല. ഈ സ്വിച്ചൊന്നും പൈപ്പർ സ്വിച്ചൊന്നും ഉണ്ടാവില്ല. സാധനം നമ്മളെ കാളക്കൊമ്പ് കിട്ടിയിട്ടുണ്ട്. കാളക്കൊമ്പ് ഇതിനെ ഞങ്ങൾ കാളക്കൊമ്പുണ്ടോ, ഒരു കാളൻ്റെ കൊമ്പ് പോലെ തന്നെ അല്ലേ. അതുകൊണ്ട് ഇതിനെ കാളക്കൊമ്പൊന്നും ഞങ്ങൾ ഓട്ടത്തിനാ പറയാറ്. കാളക്കൊമ്പ് സുന്ദരേട്ടൻ ആ കാണുന്നതാണ്. സുന്ദരേട്ടൻ സുന്ദരൻ തന്നെയാട്ടോ. ആ മോഡൽ തന്നെയാണോ? മോഡൽ തന്നെയാ? മോഡലൊക്കെ സെയിം തന്നെയാണ്. അവന്മാർ പോയി നമുക്ക് വെക്കാൻ പറ്റാതെ നമുക്ക് വെക്കാം. ബാക്കിയുള്ളതൊക്കെ മൂപ്പര് വന്ന് കൊണ്ടുപോകാറാണ്. വില പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോഴും വില 500 തന്നെയാണ് അവൻ പറഞ്ഞ മറ്റോ. ഞാൻ അടുത്തായിട്ട് കേബിൾ മാറ്റിയിട്ട് അതുപോലെ തന്നെ ഞാൻ വാങ്ങിയ ഇൻവെർട്ടർ വാണിയമ്പലത്തിൻ്റെ. അപ്പോൾ അതൊന്ന് പോയി അന്വേഷിക്കട്ടെ. ഓക്കെ, കേബിളായിട്ട് വരാം. ചെങ്ങന്മാർ വാണിയമ്പലത്തിൽ നിന്ന് റിട്ടേൺ പോയിക്കൊണ്ട് നിൽക്കുവാണോ വണ്ടൂരിലേക്ക്. ഇനി കേബിൾ വാങ്ങണം. വാണിയമ്പലത്തെ കേസ് പറയുവാണെങ്കിൽ അവിടെ സാധനം ഉണ്ട്. ഞാൻ രാവിലെ ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, അതേ മോഡൽ സാധനം തന്നെ. പക്ഷേങ്കിൽ ഇപ്പം സ്റ്റോക്കില്ല. അതിന് അങ്ങനെയാണല്ലോ, നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനം ആവശ്യം ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അത് സ്റ്റോക്കില്ല. സ്റ്റോക്ക് അവർ നാളെ മറ്റന്നാളേക്ക് വരുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സെയിം സാധനം, പക്ഷേങ്കിൽ കമ്പനി വേറെയാണ്, വേറെ കമ്പനി സാധനമാണ്. ഞാൻ
ചോദിച്ചോട്ടെ ലാപ്ടോപ്പ് നിങ്ങൾ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് അവർ നേരെ കോൺഫിഡൻറ്റോടെ പറഞ്ഞു. എൻ്റെ 150 വാട്ടോ, അത് വർക്ക് ചെയ്യുമല്ലോ എന്നുള്ളത് ദൈവത്തിനറിയാം. ഞാനിവിടെ നമ്മൾ വാങ്ങിയുമ്പോൾ വർക്ക് ചെയ്യണല്ലോ, നമ്മൾ ബാറ്ററി കണക്ട് ചെയ്താണ് വർക്ക് ചെയ്യുന്നില്ല. നമുക്കൊന്ന് ഉച്ചയ്ക്ക് ഞാൻ കാണിച്ചു തരാം അത് വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. കേബിൾ മാറി. ഒന്നേ കിട്ടിയുള്ളൂ. നീ അവിടെ നിന്ന് നോക്കാം. ഇപ്പം അതിന് തൊട്ടടുത്തുള്ള കട ഉണ്ട്, അവിടെ തന്നെ എടുക്കേണ്ടി വരും. അല്ല അവിടെ തന്നെ നമ്മൾ ഒരുപാട് സാധനം അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു കേബിൾ 10 പോലത്തെ സംഭവങ്ങളാണ് ഇവിടുന്ന് കൂടുതലായിട്ട് വാങ്ങിയത്. പക്ഷേങ്കിൽ അതിൽ 15 റിട്ടേൺ ആയിപ്പോയി. റിട്ടേൺ ആണെങ്കിൽ പോലും ഞാൻ അവിടെ നിന്ന് പിന്നെ സാധനങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കണം കരുതിയാൽ. പിന്നെ ഈ കേബിളും ഇല്ലല്ലോ, ഒന്നേ ഉള്ളൂ, സ്റ്റോക്കില്ല അവിടെ. അതുകൂടെ ഇട്ടിട്ടുണ്ട്. ഇത്തരം പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടം ഭയങ്കരമായിട്ട് ഓടാൻ പറ്റാതാവും. ഓട്ടം ഭയങ്കരമായിട്ട് മോശമാവില്ല, ഓടാൻ പറ്റാത്ത അവസ്ഥ. 11:30 ആയി. ഇപ്പോഴപ്പം ഞാൻ മര്യാദയ്ക്ക് ഓടാൻ വേണ്ടി പോകണം. ഞാൻ 2 ട്രിപ്പ് അടുത്ത് 100 രൂപയ്ക്ക് ഓടിക്കണം. ഇനിയിപ്പോൾ എന്തിനും ഓടാം, ഒരു 300 രൂപയ്ക്ക് ഓടാൻ പറ്റുമോ? പോയോട്ടെ. വേറെ സ്റ്റാൻഡുണ്ട്. ഞാനൊരു ലോക്കറും കൂടി എടുത്തിട്ടോ, തള്ളി കൊണ്ട് നിൽക്കുവാണ്. ഞാൻ അത്യാവശ്യം കളിയുള്ള ദിവസമാണ്. കളിക്കുമല്ലേ എന്നുള്ളത് കണ്ടറിയണം. നമ്മളെ കളിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ആകെ 130 രൂപയുടെ കളിയെ കളിച്ചിട്ടുള്ളൂ. ധനേശേട്ടൻ ഓടിയെന്ന് വെച്ച് നോക്കാം. ഓടിയാ എപ്പോഴാന്നേ പേരാ? കഴിഞ്ഞിട്ടും കിട്ടിയോ? മടക്കൊന്നും കഴിഞ്ഞിട്ടും കൂട്ടൂല കേട്ടോ. മടക്കൊന്നും കഴിഞ്ഞിട്ടും കൂട്ടൂല. ഈ സ്റ്റാൻഡിൽ നിന്ന് കിട്ടാൻ ഓക്കെ കിട്ടേ. ടൈം ഉണ്ടല്ലോ. അങ്ങനെ കിട്ടിയില്ലോ. അങ്ങനെ കിട്ടും. ടൈം ഉണ്ടല്ലോ. പ്രതീക്ഷയല്ലേ? ശനിയാഴ്ചയാണ്. പ്രതീക്ഷയുള്ള ദിവസമാണ്. പ്രതീക്ഷയുള്ള ദിവസം ഒന്നും ഓടലില്ല. ഇപ്പോൾ അയാളിപ്പോൾ 12 മണി എതിരിട്ട് ഓട്ടം ആയിട്ടില്ല. സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയത് നാട്ടിലേക്ക് തന്നെ. അപ്പോൾ നാട്ടിൽ കിട്ടിയ ട്രിപ്പായിരുന്നു. നാട്ടിൽ നിന്നും തിരിച്ച മടിയിലേക്ക് തന്നെ പോവുകയാണ്. ഇതിന് മുമ്പ് കിട്ടിയത് നാട്ടിൽ തന്നെ ആയിരുന്നു. 30 രൂപ. വലിയ കളി കളിക്കുമോ? കരയ്ക്ക നല്ല കളിയല്ലേ? അതേപോലത്തെ ഒരു കളി ഒന്നും കളിക്കുന്നതാണെങ്കിൽ ലൈനിലുണ്ട്. ഒരു 11ാമത്തെ വണ്ടിയൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 12:30 ആയി. കുറച്ച് ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടാം നമുക്ക്. ഒന്ന് ഷമീം നമ്മളോട് 2 വീഡിയോക്ക് മുമ്പ് തന്നെ കമൻറ്റിൽ പറഞ്ഞായിരുന്നു പേരൊന്ന് പറയുമോ, ഹായ് പറയുമെന്നൊക്കെ. ഹായ് ഷമീം. ഞാൻ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു, പിന്നീട് മറന്നു പോയതാണ്. പിന്നെ ഫർഹീൻ, ശരത്ത്, പ്രവീൺ വയനാട്, അസ്ബിൻ PT, മുഹമ്മദ് സുഹൈബ്, ശ്രീശാന്ത് പാലക്കാട്, ഉണ്ണികൃഷ്ണൻ തിരൂര്, മൊയ്തീൻ ഷാ വല്ലപ്പുഴ, ജമാലുദ്ദീൻ കൊണ്ടോട്ടി, പ്രദീപ് തിരുവനന്തപുരം കോവളം. ഇത്രയും ആളുകളാണ് നമ്മളുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മുടെ പേര് പറയാൻ വേണ്ടി പറഞ്ഞത്. അന്ന് പറയാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് ആരും ഒന്നും കരുതണ്ട. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നിങ്ങളുടെ പേര് പറയും. യാത്ര പോകുന്നത് വരെ ഉള്ളൂ ഈ ഒരു പരിപാടി ഉണ്ടാവുക. അതിനുശേഷം യാത്രയിലായിട്ട് എൻ്റെ പേര് പറയൂ എന്ന് ഇപ്പോൾ ഈ വീഡിയോ പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ട് എൻ്റെ പേര് പറയൂ എന്ന് പറയുന്നവരുണ്ടാവും. ചിലപ്പോൾ അന്ന് തന്നെ എനിക്ക് ഇതിന് സാധിച്ചെന്ന് വരില്ല. അത് ഞാനിപ്പോൾ തന്നെ പറയുവാണ്. അന്ന് പിന്നെ അതൊരു വിഷമമാവരുത് നിങ്ങൾക്ക്. പിന്നെ അത് പറ്റുള്ളൂ എന്ന് കരുതി എല്ലാവരും എല്ലാ ദിവസവും പേര് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നതും ഒരു കാണുന്നവർക്ക് ബുദ്ധിമുട്ടാവുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഓക്കെ, നിങ്ങളുടെ സന്തോഷം എൻ്റെ സന്തോഷം. ഏറെ നേരം തള്ളി അങ്ങനെ 11:05 ആയപ്പോൾ 1:05 ആയപ്പോൾ നമ്മൾക്കൊരു 60 രൂപയുടെ ട്രിപ്പ് കിട്ടി. അപ്പം അത് കൊണ്ടിട്ട് ഇങ്ങനെ പോരുകയാണ്. ഇന്നത്തെ നമ്മളുടെ മണ്ടിപ്പാച്ചിൽ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓട്ടം ആയതുകൊണ്ട് തന്നെ ഓട്ടം നമ്മൾക്ക് നല്ല രീതിയിൽ മോശമാണ്. അല്ലാത്തവരോടൊക്കെ ചെറുത് അങ്ങനെ ചോദിക്കുക അഭിപ്രായം എൻ്റെ ഓട്ടം ഉണ്ടോ അവസ്ഥ. അപ്പോൾ അവരൊക്കെ പറയണത് അവർക്കൊന്നും വലിയ മോശമില്ല. വലിയ മോശമില്ലെന്നല്ല, സാധാരണ ഉള്ള ആ ഒരു ഇതിനേക്കാൾ ഒരു ശനിയാഴ്ചൻ്റെ ഓളം നിലനിന്നിട്ടുള്ള ഒരു ഓട്ടം ഉണ്ട് എന്നുള്ളതാണ്. 2:05 തള്ളി വീണ്ടും ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഉച്ചമഴയാണ്. ആളുകളൊക്കെ മഴ ആയതുകൊണ്ട് കയറി നിൽക്കുന്നൊരു കാഴ്ചയാണത്. വണ്ടി വിളിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നതല്ല. രാവിലെ ഒന്നും മഴ ഇല്ലാത്തതുകൊണ്ട് അധികം ആരും കുടയൊന്നും എടുക്കില്ലല്ലോ. അപ്പം അങ്ങനെ കയറി നിൽക്കുന്ന ആളുകളാണ് ഈ കാണുന്നത്. അവരാരും വണ്ടിയൊന്നും വിളിക്കില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കുക. എന്നാലും വീട്ടിൽ ചോറ് വെച്ചില്ല. ഒരു കല്യാണത്തിന് ആയതുകൊണ്ട് ചോറ് വെച്ചില്ല. ഞാൻ പുറത്തുനിന്നാണ്. എനിക്കിപ്പോൾ വിശക്കണമല്ല. എനിക്ക് കുറച്ചുകൊണ്ട് ചായയൊക്കെ കുടിക്കാം. അവിടെ ഒരു ലോക്കലുണ്ട്, കൊട്ടമ്പാറ, 30 രൂപ. അതായിരിക്കും മിക്കവാറും നമുക്ക് കിട്ടുക. അപ്പം അതുകൊണ്ട് ഇറക്കി ഈ 10ൻ്റെ കോയാണ് കണ്ടല്ലേ, 10ൻ്റെ 20ൻ്റെ കോയണൊക്കെ ഉണ്ടല്ലോ. ആ 10ൻ്റെ കോയണ് പൊതുവെ എല്ലാവർക്കും കയറുകയാണ്. ഒന്നത് കയ്യിൽ നിന്ന് മിസ്സാവും. പിന്നെ
അതൊരു 10ൻ്റെ സ്റ്റാൻഡേർഡ് കോയണ നമുക്ക് തരാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 10ൻ്റെ കോയണ എല്ലാവർക്കും ഒട്ടുമിക്ക ആളുകൾക്കും അത് ഇഷ്ടമല്ല അത് കിട്ടുന്നത്. അത് ഡ്രൈവർമാരുടെ കേസിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്ക് ഇന്ന് എൻ്റെ കയ്യിൽ 5 ഉണ്ട്, വേറെ നോട്ടിൻ്റെ കയ്യിൽ. ഞാൻ കുറേ ദിവസം ഇത് കൊണ്ടുപോകും. അതിപ്പോൾ 2 ഞാൻ താത്താവ് കൊടുത്തത് കോയണാണെന്ന് പറഞ്ഞാൽ. ഓ കോയണാണോ, വേറെ ഇല്ല എൻ്റെ കയ്യിൽ. എൻ്റെ ചില്ലറന്നല്ല, ഞാൻ ചില്ലറ ആക്കണേ 10ൻ്റെ തൊട്ടേ കുറവാണ്. മുമ്പൊക്കെ പോകുന്ന വഴിയിൽ നിന്നൊക്കെ ട്രിപ്പ് കിട്ടിയിരുന്നു. ഇന്നലെ നമുക്കൊരു ട്രിപ്പ് രാത്രി കിട്ടിയെന്ന് പറഞ്ഞില്ല, ഒരു 200 രൂപ ട്രിപ്പ്. അതിവിടെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഷോപ്പിൻ്റെ അവിടെ നിന്നായിരുന്നു. ഇവിടെ നിന്നായിരുന്നു കിട്ടിയത്. അവരവിടെ നിന്നായിരുന്നു നമുക്ക് കൈ കാണിച്ചത്. അതുപോലെ ആരെങ്കിലൊക്കെ കൈ കാണിക്കുമെന്ന് ഒരു പ്രതീക്ഷയോടെയാണ് ഞാനിവിടെ വരെ വന്നത്. പക്ഷേങ്കിൽ ആ രക്ഷ ആരും കഴിയൊന്നും കാണിക്കുന്നില്ല. ചെങ്ങന്മാരെ അപ്പുറത്താക്കണ ആര് ഇന്നും അമ്മ ഒരു കല്യാണം കഴിഞ്ഞ് വന്നതാണ്. ഓ പൂളപ്പൊരി വാങ്ങുന്നുണ്ടോ? പൂളപ്പൊരിയൊക്കെ വാങ്ങി റെഡി ആവാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഓരോന്ന് വീട്ടിൽ കൊണ്ടാക്കാം. അറിയാം ആരാ എവിടുന്ന് വരുന്നേ? കല്യാണത്തിന് എന്തേന്നു? ആരിക്കോ പൂളപ്പൊരി കിട്ടിയോ? കല്യാണത്തിൻ്റെ എന്നാ തിന്ന്? സാലിമല എന്താ പാൽസരം വാങ്ങിയാ? ഞാൻ കൊണ്ടാകട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻവെർട്ടർ, അതായത് കൺവെർട്ടർ. ഇത് പാളിക്കുന്ന സംഭവം. ഈ സാധനം സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ തന്നെ പറയാം, ഇത് നമുക്കിവിടെ പുറത്ത് മാർക്കറ്റുകളിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ലാപ്ടോപ്പൊക്കെ ചാർജ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾക്കെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവിടേക്ക് ലാപ്ടോപ്പും കൊണ്ടുപോവുക. ഞാൻ വീട്ടിലാണിപ്പോൾ, അവരെ കൊണ്ടുവന്നതല്ലേ. അപ്പോൾ ഞാനതൊന്ന് കണക്ട് ചെയ്തിട്ട് ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്, മൊബൈൽ ചാർജർ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് കാണിച്ചു തരാം. കാരണം ഉണ്ടല്ലോ ഒക്കെ നമുക്ക്. കൊടുത്തിട്ടുണ്ട്, കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് വന്നതിൻ്റെ സിഗ്നൽ കാണാം. ഇനി നമ്മുടെ അടുത്ത പരിപാടി ഈ ഒരു സ്വിച്ച് ഓൺ തന്നെ കേട്ടോ. ആദ്യം നമ്മൾ നോക്കുന്നത് മൊബൈൽ നോക്കാം. എന്തേ പാസരം ചോദിച്ചാണ്ടേ? പാസരയുടെ ആക്കണോളെ കുഞ്ഞിക്കാലിന് 2 പാസരം വാങ്ങിയിരിക്കണം. ആഹാ സൂപ്പറായിക്കണം കേട്ടോ. പാസരം ചോദിച്ചാണ്ട് വീഡിയോ എടുക്കണില്ലേ? എന്താ ചെയ്യുക. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഈ ഒരു പ്ലഗിൽ കൊടുത്തു നോക്കാം. ചാർജർ കണക്റ്റാണ്. ചാർജർ മൊബൈൽ കയറുന്നില്ല മൊബൈൽ തന്നെ കയറുന്നില്ല കേട്ടോ. അതായി നമുക്ക് ഈ ഒരു പ്ലഗിൻ്റെ പ്രശ്നമാണോ എഴുതിയിട്ട് നമുക്ക് പുറത്ത് കുത്തി നോക്കാം. കയറുന്നില്ല. ഇത് ഓഫാക്കിയിട്ടില്ല, ഇത് ഓൺ തന്നെയാണ്. കയറുന്നില്ല. അപ്പോൾ അതന്നെ എടുക്കണില്ല. ഇനി അത് വരാം. നമുക്ക് ചാർജറിൻ്റെ ഈ സംഭവം ഇല്ലാതെ തന്നെ നമുക്ക് കുത്തിയേക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ DC കയറുന്നില്ല. ഇത് കയറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉള്ളത് ഓക്കെ കയറുന്നുണ്ട്. അപ്പോൾ ആകെ 15% ഫോൺ ചാർജ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഓക്കെ. ഇപ്പോൾ അതിൽ പോലും അങ്ങനെയും കയറുന്നില്ല. നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ലാപ്ടോപ്പാണ്. അപ്പോൾ അത് കയറൽ നിർബന്ധം തുമ്മി. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ കേബിൾ ചാർജർ എടുത്തിട്ടുണ്ട്, കണക്ട് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ വയറ് സാധനമാണ് ഓഫാക്കിയിട്ടില്ല. തിരിച്ചു വെക്കുന്നു. നമുക്ക് നേരത്തെ കണക്ട് ചെയ്തതുപോലെ തന്നെ ഇതിനൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. കൊടുത്തിട്ടുണ്ട്.
കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് ഓഫല്ല, ഇവിടെ കൊണ്ട് എല്ലാം കൊണ്ട് ഓക്കെയാണ്. ഇവിടുന്ന് ചാർജ് ഇങ്ങനെ വന്ന് ലാപ്ടോപ്പ് കൂടെ വരണം. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ഷോപ്പ് ലൈറ്റ് ഇവിടെ കത്തും ചാർജ് കയറുമ്പോൾ, അത് കത്തുന്നില്ല. അതിനർത്ഥം അത് കയറുന്നില്ല, ആ വർക്കല്ല. അപ്പോൾ അത് റിട്ടേണാണ്. ഇനി വേറെ ഒന്നിപ്പോൾ ഞാൻ വാണിഭത്തിൽ പോയി നോക്കിയായിരുന്നില്ല, പക്ഷേങ്കിൽ അവിടെ സ്റ്റോക്കില്ല. അപ്പോൾ അത് വന്നിട്ട് അത് നോക്കാം. ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വണ്ടിയിൽ ലാപ്ടോപ്പൊക്കെ ചാർജ് ആവുന്ന ഏതെങ്കിലും ചാർജറോ അല്ലെങ്കിൽ കൺവെർട്ടറോ അറിയുന്നതാണെങ്കിൽ അതൊന്ന് കമൻറ്റിലോ മെസ്സേജ് അയച്ചിട്ടോ പറഞ്ഞു തരാം. കാരണം നമുക്ക് യാത്രക്ക് നിർബന്ധമാണ്. ഇതിപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൻ്റെ വോൾട്ട് എന്ന് പറയുന്നത് അതവിടെ കൊടുത്തത് 150 ഉണ്ടോ. ഇപ്പോൾ 150 വോൾട്ടാണ് അതുള്ളത്. പക്ഷേ എങ്കിൽ ഈ കൺവെർട്ടർ ഉള്ളത് 200 വോൾട്ട് ഉണ്ടോ. അപ്പോൾ ഇത്തരം ചെണ്ട സാധനങ്ങൾ വാങ്ങിപ്പെടരുത്. വാങ്ങാം, ഇതിപ്പോൾ റിട്ടേൺ പോളിസി ഉള്ള സാധനമാണ്. 7 days റിട്ടേൺ പോളിസി ഉണ്ട്, നമുക്ക് റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഞാൻ റിട്ടേൺ ചെയ്യുവാണ്, ഞങ്ങൾക്കിത് കാണിച്ചു തരണമെന്ന് കരുതി. ഇനിയിപ്പോൾ ഈ ബാറ്ററി ചാർജ് ഇല്ല എന്നുള്ള പ്രശ്നമാണ്. ഇത് ഫുൾ ചാർജ് ബാറ്ററിയാണ്. ഇപ്പം മറ്റേ വണ്ടി വന്നിട്ട് ഞാൻ അതിലും കൂടി നോക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നടക്കില്ല എന്നാണെങ്കിൽ അല്ലല്ല മറ്റേ വേറെ ഓട്ടോറിക്ഷ അല്ല നമ്മളടുത്ത് ഇവിടെ മൂടി പോച്ചിട്ട് ഓട്ടോറിക്ഷ പ്രൈവറ്റ്. അപ്പോൾ അതിനുകൂടി നോക്കിയിട്ട് ഞാൻ അത് റിട്ടേൺ ചെയ്യും. നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ മനസ്സിലായി. ഇല്ലാന്നാണെങ്കിൽ മൊബൈലെങ്കിലും കയറണമായിരുന്നു. ഇത് മൊബൈലും കൂടി കയറണില്ല. പിന്നെ ഇതുകൊണ്ട് ഉപകാരമൊന്നുമില്ല. അതിന് പറഞ്ഞ പോലെ ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചുകൊണ്ട് ഇറങ്ങണം. സ്റ്റാൻഡിൽ നിറച്ച് കാറാണ്. 4 മണിയായി. 4 മണി ഓടിയിട്ടില്ല. ഞാൻ തീരെ ഓടിയില്ല. ഒരു 300 രൂപയ്ക്ക് പോലും ഞാൻ ഓടിയിട്ടില്ല. പണ്ട് ഒരു സീറ്റ് അടിച്ചും പോലെ. സീറ്റ് അടിച്ചും കേട്ടോ. വണ്ടി പുതിയതാണ്. സീറ്റ് പുതിയതാണ്. ഞാൻ 5 രൂപ കൊടുക്കേണ്ടത്. അതടിപൊളിയല്ലേ. പലകേതാ? എത്രയായി? 220. ഇതോ വിജയേട്ടനാ? വിജയൻ നമ്മുടെ എത്രയായി? ഇതിന് 120. അപ്പോൾ മൊത്തം 120 320 ആയില്ലേ? 370 ആയി. നാട്ടുകാർ തരുമല്ലോ. നാട്ടുകാർ 30 രൂപയല്ലേ? 30 രൂപ. പക്ഷെ എന്നാലും ഇരിക്കാൻ ഇപ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ട് കയറി. ഇത് പ്ലൈവുഡ് സാധാ ഇതാ ചതിയണ ടൈപ്പാണല്ലേ? നല്ല പലക. ബസ്സിന്റെ പലക വില കൂടും. അതെടുത്താലും 30 രൂപ, ഇതെടുത്താലും 30 രൂപ കിട്ടുള്ളൂ. പക്ഷെ കമ്പനി തരും. എൻ്റെയൊക്കെ കമ്പനി എന്നാണ്. അതൊരു എന്താ പറയാ, പേപ്പറൊക്കെ ഉരുക്കിയതോ എന്തോ ആണ്. അതിന് വില കൊടുക്കും. അതിപ്പോ അവിടെ ആരോ ഒരാൾ വാങ്ങിക്കണം. ആരോ അവിടെ ചെയ്യിക്കുന്നത് കമറാണോ അറിയില്ല. ആരോ ഒരാൾ വാങ്ങിക്കണം ഇപ്പം അടുത്ത്. ഇന്നൊന്നും കിട്ടിയില്ല എന്നുള്ള ആ ഒരു സങ്കടത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന നേരത്താണ് നമ്മൾക്കൊരു ട്രിപ്പ് കിട്ടിയത്. ഫോൺ ട്രിപ്പാണ്. ഫോൺ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരു 250 രൂപയുടെ ട്രിപ്പ്. വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം. ഒരു 230 രൂപേൻ്റെ ട്രിപ്പായിരുന്നു. ഞാൻ 200 രൂപേനെ ചോദിച്ചിട്ടുള്ളൂ ഫോൺ ട്രിപ്പ് ആയതുകൊണ്ട്. പിന്നെ അവർ നമ്മളെ സ്ഥിരമായിട്ട് വിളിക്കുന്ന ആളുകളാണ്. അപ്പോൾ 230 മതി തന്നെയാണ് ഞാൻ പറഞ്ഞത് അവരോട്. എങ്കിൽ ഒരു 250 രൂപ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അമരമ്പലം എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി വണ്ടൂരിക്ക് പോവുകയാണ്. 250 രൂപേൻ്റെ ഒരു ഓട്ടം കിട്ടി നമുക്ക്. അതുപോലെ തന്നെ നമ്മളുടെ വണ്ടീൻ്റെ പണി കഴിഞ്ഞേക്കണം ഓട്ടോറിക്ഷൻ്റെ. അപ്പോൾ അതിൻ്റെ ബില്ല് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനും വേണ്ടി അവിടെ എത്തണം. ഇവിടെ ഇറങ്ങുന്നില്ല, നേരെ പോവുകയാണ് കേട്ടോ. അമരമ്പലം പാലത്തിനെത്തി എന്താ ഓട്ടോറിക്ഷ, 2 സൈഡ് ഓട്ടോറിക്ഷ ഉണ്ടല്ലോ. പാലം ബ്രിഡ്ജ്, അമരമ്പലം ബ്രിഡ്ജ്. അതാ നമ്മളുടെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നാളെ വന്നൊന്ന് ചൂണ്ടിലിടണം. അപ്പുറത്ത് നമ്മളുടെ മഹാദേവ ക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രം. അങ്ങനത്തെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഒന്ന് വന്ന് ചൂണ്ടലിടണമെന്ന് കരുതുന്നുണ്ട്. ചൂണ്ടലിട്ട് നോക്കാം നാളെ നല്ല മീനും കിട്ടുമെന്നുള്ളത്. പിന്നെ കുറേ ആയി ചൂണ്ടലൊക്കെ ഇടാൻ പോയിട്ട്, അതുകൊണ്ടാണ്. എൻ്റെ മക്കളെ, അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലെത്തിയാണ്. നമ്മുടെ ചെക്കൻ്റെ ഫുൾ പണി തീർന്നു. ഇത് പാട്ടുപെട്ടിൻ്റെ പെട്ടിയാണ്. ഇതൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കാം. എന്താപ്പോൾ ഇതിലിപ്പോൾ കയറി കുത്തുന്നപ്പോൾ ഒന്നും അറിയുന്നില്ല. ബ്രേക്ക് നോക്കിയിട്ടോ, ബ്രേക്ക് ദമ്മ് ബ്രേക്ക് ചെയ്യുന്നത്. കയറി കുത്തുന്ന ഇതിൻ്റെപ്പോൾ ഒന്നും അറിയുന്നില്ല. നമുക്ക് ബില്ല് വെച്ച് നോക്കാം. ഇതാണ് നമ്മളെ വണ്ടിൻ്റെ മൊത്തത്തിൻ്റെ ഒരു കോരെന്ന് പറയുന്നത്. ടയറുമൊക്കെ നമ്മൾ തൊട്ടിട്ടില്ല. ടയർ കാര്യങ്ങളൊക്കെ അത് നോക്കണം.
കാക്ക നമ്മളെ കുറച്ച് സാധനം വേറെ എടുത്തു. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇയാള് ഇപ്പൊ എടുത്തത് ഇതാണ്. ഇത് നല്ല വണ്ണല്ല കേബിൾ ഇതൊക്കെ. ഇതിന് 150 ഉള്ളൂ. ഇത് മതിയെന്നല്ലോ. ഇത് ഞാൻ കൊടുത്തു. അപ്പം ആക്കണ അഞ്ചിന്റെ കവർ അവിടെ ഉണ്ടാകും. പച്ച കവറായി അത് മറ്റേ പച്ചയായിട്ടേ കാരണം 170 കൂടി കഴിഞ്ഞ് ഒറിജിനൽ ബജാജാണ്. പോട്ടെ. അതിലിപ്പോൾ ഗിയർ കേബിൾ ഇത് എന്താ ഒറ്റക്കായതുകൊണ്ട് റിസ്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. തള്ളാനൊന്നും ആരുമില്ല. അത് നോക്കിയിട്ട് കാര്യമില്ല. അത് സുബി അത് അപ്പൊ 2800 അല്ലേ? 2814 2800 മുറിച്ചും അല്ലേ? ഡ്രൈവിലാണ്. ഡ്രൈവിനെ കൊണ്ടുവെക്കട്ടെ കേട്ടോ. കിലോമീറ്റർ കാക്കണം കുതിര ചാടും പോലെ ചാടണേ. എന്താ പറയാ, വല്ലാത്ത ആദ്യ അവസ്ഥയാണ്. ഇത് കൊണ്ടുവച്ച് അവിടെ നടന്നു പോരല്ലേ, ഏതെങ്കിലും വണ്ടി കിട്ടാൻ അങ്ങനെ പോരാ. വണ്ടി ഓടിക്കാൻ തന്നെ നല്ല സുഖമുണ്ട് കേട്ടോ. ഇപ്പം ഫുൾ പണി, ഫുൾ കേബിൾ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിട്ട് പൈസ കുറച്ച് പോയത് നോക്കണ്ട. ഡെമ്മാണ്. പിന്നെ വേറെ കേസ് പറയുകയാണെങ്കിൽ ബ്രേക്ക് പക്ക ചവിട്ടിയ വണ്ടി അവിടെ നിൽക്കുകയാണ്. നമ്മൾ ഉത്തർപ്രദേശിലൊക്കെ വണ്ടിൻ്റെ ബ്രേക്ക് കമ്മിയായിട്ട് വാരണാസിക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ നല്ല പുറത്തും കുടുങ്ങിയും ലൈനർ ജാമാവുകയും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴൊന്നും നമ്മൾക്കത് കറക്റ്റ് കിട്ടാത്ത അവസ്ഥ ഒക്കെ വന്നിരുന്നു. പക്ഷേങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇതാണ് നമ്മളുടെ ഒരു ലാഭം. ഓട്ടോമാറ്റിക് ആണെന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്, ഈ മെയിൻ ഗ്ലാസ്, അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ചില്ലറ ലാഭങ്ങൾ നമുക്ക് ഈ വണ്ടി ഉണ്ട് എന്നുള്ളത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. സോക്കാപ്സറുകൾ ഒക്കെ പുതിയതാണ്. അത് അല്ലെങ്കിൽ ഇതിനേക്കാൾ പൈസ ഇറങ്ങും. ഇതിനേക്കാൾ ഇറങ്ങും. ഫസ്റ്റ് ചായ കൊടുത്ത് പോരാ. ഓക്കെ, ഇവിടെ കൊണ്ടുവന്ന് നിർത്തിക്കണം. ഞാൻ ഈ ബാറ്ററി മേലും നമ്മളുടെ ആ ഒരു കൺവെർട്ടർ ഒന്ന് കൊടുത്ത് നോക്കി. പക്ഷേങ്കിൽ നമുക്ക് വർക്ക് ചെയ്യും. ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ വണ്ടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു എന്നല്ല, വണ്ടിൻ്റെ പണി തുടങ്ങിയിട്ടുള്ളൂ. ഇനിയാണ് ബെഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് നമ്മൾ കിടക്കാൻ വേണ്ടി പോകുന്നത്. അതിനിത് കഴിക്കണം. ഇത് കഴിച്ച് ഊരിയെടുക്കണം. എന്നിട്ട് ഇത് മുറിക്കണം. ഇത് വേറെ രീതിയിൽ, വേറെ ഐഡിയയിൽ ഇതോട് ഫിറ്റ് ചെയ്യണം. പ്രാവശ്യം ഞാൻ കരുതുന്ന ഒരു ഐഡിയ, ഒരു മോഡൽ ഞാൻ അപ്പോൾ പറയണില്ല, ഞാനത് ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം. ആ രീതിക്ക് ചെയ്താൽ ഭയങ്കര അടച്ചുറപ്പ്, സാധനങ്ങൾക്കൊക്കെ അടച്ചുറപ്പുണ്ടാവും. പിന്നെയൊക്കെ വയ്യ കാണാം. ഞാൻ പോയോട്ടെ, ഞാൻ ഇവിടെ നടന്നു പോകണം, അല്ലെങ്കിൽ അതിൽ ഓട്ടോട്ടോ പോയിട്ടാ. എൻ്റെ ഫോണൊക്കെ തികച്ച് പോയിണെങ്കിൽ കിളി പറയുന്നേ. അങ്ങനെ ഞാൻ വീണ്ടും അങ്ങാടിയിലേക്ക് നടന്നു തന്നെ പോകണം. അല്ലെങ്കിൽ ഇവിടെ നീ പറഞ്ഞ മാതിരി 10 റുപ്യൊക്കെ അതിൽ മടക്കം കിട്ടുകയാണെങ്കിൽ മടക്കത്തിൽ പോകണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി കിട്ടുകയാണെങ്കിൽ അങ്ങനെ നാട്ടുകാരായിട്ട് ബൈക്കുമ്പോൾ കൊണ്ടുപോകുകയാണെങ്കിൽ അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ അവിടെ എത്തണം. മിക്കവാറും നടന്നു തന്നെ പോകേണ്ടി വരും. എല്ലാവരും ഇങ്ങോട്ട് വരുന്ന സമയമാണ്, അങ്ങാടിക്ക് പോണ സമയമല്ല. ചങ്ങായി എന്താ പറഞ്ഞേ? അല്ല, വീട്ടിലത്തെ തേങ്ങ, തെങ്ങുമ്പോ തേങ്ങാടി. ഏടാ ഇപ്പൊ ആരും തലേക്കാടിക്കണമെങ്കിൽ മൂപ്പര വർത്താനം പറഞ്ഞ പോരല്ലോ. ഇത് റോട്ടുമ്മക്കുള്ളത് എങ്ങനെയോ? ഇത് സ്റ്റേഷനിൽ പോയി പറഞ്ഞ തീരുമാനമാവും. നല്ല പണിയാണ്. അല്ലാന്നാണെങ്കിൽ നിങ്ങൾ സ്വയം ഇത് സഹിച്ചാണ്ട് ഇപ്പം നമ്മളുണ്ടല്ലോ വണ്ടി ഇങ്ങനെ മടുകാടൊക്കെ തട്ടണ്, എന്നിട്ട് നമ്മൾ സഹിച്ചുവല്ലോ, നമ്മളെന്നെ പണിക്ക അല്ല തലമ്മക്ക് അടിക്കണെങ്കിൽ ആള് പടാവൂലേ. അജാതി ചാട്ടാണ് ഈ വണ്ടിന്റെ കമ്പി കുറച്ച് തെമ്മുള്ള കമ്പി തന്നെയാണത്. ഒറ്റടിക്ക് അങ്ങനെ ആൾ കാരണം അത് കുമ്പിട്ടൊക്കെയല്ലേ. അല്ലെങ്കിൽ തന്നെ ഓട്ടല്ല എന്താ സെക്യൂറാക്കാണ്, അല്ലെങ്കിൽ തന്നെ ഓട്ടല്ല ആടി. ഇപ്പൊ ജാതി പണിയൊക്കെ കിട്ടി എന്താ കാട്ടാ? നാളേരം ചാടിയ വീട്ടുകാരൻ പറഞ്ഞു ഞാൻ താട്ടാണ്, തെങ്ങുമ്പന്ന് ചാടി ഞാൻ താട്ടാണ്, ബത്താപ്പൊക്കെ വർത്താണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല ഇപ്പോൾ. അതൊക്കെ വ്യക്തമാതമാണ്. ഞാനിപ്പോൾ ഇവിടെ 7 മണിക്ക് സ്റ്റാൻഡിലുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ കണക്ക് കൂട്ടുമായിരുന്നു വണ്ടിൻ്റെ പണീൻ്റെ ബില്ല് കൂട്ടിയിട്ട് പറയാം, നോക്കട്ടെ. അതായത് വെറും വർക്ക്ഷോപ്പിലെ പണികൾ മാത്രം 5585 റുപ്യ നമുക്ക് വെറും സ്പെയർ പാർട്സിന് മാത്രമായിട്ട് വന്നത്. സ്പെയർ പാർട്സിന് മാത്രം കേട്ടോ വന്നത്. 1000 റുപ്യ കൂലി. 5585 റുപ്യ സ്പെയർ പാർട്സും 1000 റുപ്യ 1100 ഒരു 1000 റുപ്യ ഒരു വാങ്ങിയുള്ളൂ. അപ്പോൾ അതങ്ങനെ. വണ്ടിയാണോ നാട്ടിലെ കുട്ടികൾ? അപ്പോൾ മൊത്തം 6585 റുപ്യ നമുക്ക് വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ അത് കഴിഞ്ഞു. ഇനി ടയറ് 3 ടയറ്, ബെഡ്, അത്തരം സംഭവങ്ങൾ സെറ്റാക്കണം. ചെങ്ങന്മാരെ സമയം 8:05 നേരത്തെ ഞാൻ കാളികാവ് ഭാഗത്തേക്ക്
അഞ്ചുചവടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ട്രിപ്പ് കിട്ടിയത്. ഏതാണ്ട് വണ്ടൂരിൽ നിന്ന് ഒരു 150 രൂപ പോയിട്ടാണ് അവരിറങ്ങിയത്. അപ്പോൾ ഞാൻ അവരിറക്കിയിട്ട് ഇനി വണ്ടൂരിലേക്ക് തന്നെ പോവുകയാണ്. പോകുന്ന ഈ ഒരു ടൈമിൽ വേറെ പ്രത്യേകത, നമ്മളവിടെ എത്തുന്നതിന് ഗേറ്റ് അടവുണ്ട്, ട്രെയിൻ ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് അവിടെ എത്താൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഗേറ്റ് അടവിൽ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇന്നത്തെ ഓട്ടത്തിൽ ഏതാണ്ട് ഞാൻ നിർത്തിയാലോ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഏതപ്പോൾ സിനിമ കളിക്കണാവോ? വണ്ടിയൊക്കെ ഉണ്ടല്ലോ തിയേറ്ററിൽ. ഞാൻ ഗേറ്റ് അടവൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ട് വന്നിക്കണം. ഒരു 250 റുപ്യൻ്റെ എണ്ണ നാളേക്ക് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വാണമ്പലം തൊട്ട് ഇവിടെ വരെ ഇപ്പോൾ ഒരാളെ പോലും അടക്കം പോലും കിട്ടിയില്ല, ട്രിപ്പുമില്ല. ചെങ്ങന്മാരെ നമ്മൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ട്രിപ്പ് കിട്ടിയതാണ്. റെയിൽവേ സ്റ്റേഷൻ ഞാൻ അങ്ങാടിയിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല, നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കിട്ടിയത്. ഏതായാലും അതൊരു 70 രൂപ കിട്ടി. പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് തന്നെയാണ്. ഇപ്പം സമയം എന്ന് പറയുന്നത് 9 മണി ആവാറായി. ഞാൻ വീട്ടിലേക്ക് പോവുമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് ഒരു ടീമിനെ കൊണ്ടുപോയിട്ടില്ലേ, അവർക്ക് ഡെയിലി രാത്രി ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ ഇമ്മാനെ കൊണ്ടുപോകാനാണ്. അപ്പോൾ അവരെയും കൂടി കൊണ്ടുവിട്ടിട്ട് ഞാൻ പോകണുള്ളൂ. ഹോസ്പിറ്റലിൽ പിന്നെ അവർ വേറെ വണ്ടിക്ക് പോകുന്നുള്ളൂ. അവരും കൂടി കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വരുമോ എന്ന് ചോദിച്ച് വിളിച്ചാറും. പിന്നെ അങ്ങോട്ടേക്ക് പോവാണ്. ഉറങ്ങിയോ മൈക്കാട്ട്? ചുമകളുടെ അങ്ങോട്ട് മാറിയിട്ടില്ല, മാറി വരുന്നല്ലേ ഉള്ളൂ. ഇന്നും നല്ല ഉറക്കമാണ്. പിന്നെ ബസ്സിൽ ഞാൻ പറഞ്ഞില്ല, ബസ്സിൽ പോകുമ്പോൾ ഛർദ്ദിക്കുക. അപ്പോൾ അതൊക്കെ ഒരു ക്ഷീണം. ചെറിയ യാത്ര മതി ഇവർക്കൊക്കെ ക്ഷീണിക്കാം. അവരെ കൊണ്ടൊക്കെ വലിയ വലിയ യാത്ര പോകുമ്പോൾ ഞാൻ അത്ര കണ്ട് കരുതണം. അതായത് റൂം, നല്ല ഭക്ഷണം, അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം, ഇതൊക്കെ ശ്രദ്ധിക്കുക. എൻ്റെ മാതിരി ഞാൻ എവിടെയെങ്കിലൊക്കെ കടന്നുറങ്ങും, എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കും. ചില രാത്രികൾ കഴിക്കലും കൂടിയില്ല. അപ്പം അങ്ങനെയൊന്നും ഇവരെയും കൊണ്ടൊന്നും പോകുമ്പോൾ പറ്റില്ല. അപ്പോൾ അതിന് കണ്ട് നമ്മൾ വളരുമ്പോൾ നമ്മൾ ഇവരെയും കൊണ്ടുപോകും. അതൊക്കെ നമ്മൾ യാത്രയിൽ ഇവരൊക്കെ കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ കാരണം. ഓട്ടോഷീറ്റും തീരെ നടക്കില്ലായിരിക്കും. ഞങ്ങളൊക്കെ പിന്നെ ക്ഷീണിച്ചാലും കുഴപ്പമില്ല, ആ ഒരു സ്പിരിറ്റിൽ ഒറ്റ മൈൻഡിൽ അങ്ങനെ പോവാണ്. ഇതൊന്ന് പിടിക്കോ? പിടിച്ചാൽ എത്ര രൂപ കൂടിയൊക്കെ നമുക്ക് ഉച്ച വരെ 200 കിട്ടിയാൽ മതി. അതായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ. 200 400, 500, 600, 600, 700, 760, 780, 810 റുപ്യ കോയിനുകളെ. അങ്ങനെ മൊത്തം നമ്മൾ ഓടിയത് 810 രൂപയ്ക്ക്. അപ്പോൾ പറഞ്ഞ പോലെ വണ്ടിൻ്റെ കാര്യങ്ങൾ ഇപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് നാളെ എന്നല്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്കതിൽ ബെഡിൻ്റെ സെറ്റപ്പ് കൂടി ചെയ്യണം. അത് ഊരിയെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ ട്രയലൊക്കെ അടിച്ച് നോക്കണം. ഒരു ക്യാമ്പിങ്ങൊക്കെ പുറത്ത് റിവർ സൈഡ് എവിടെയെങ്കിലൊക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ എന്നാ പറഞ്ഞ പോലെ ഇതിലൂടെ വെച്ച് ഫൈൻഡ് ചെയ്യണം. അടുത്ത നാളെ ഗുഡ് നൈറ്റ്.